ഹലോ ഗൈസ്, ഈ വീഡിയോയിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഈ വീഡിയോ ഭയങ്കരമായിട്ട് മടി പിടിച്ചിട്ട് എഡിറ്റ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് ഏകദേശം ഒരു മാസം മുന്നേയുള്ള ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളൊരു മാസം മുമ്പ് ചെറുതായിട്ടൊന്ന് വയനാട്ടിൽ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇതിലുള്ളത്. ജസ്റ്റ് ഒന്ന് ചുരത്തിൻ്റെ മുകളിൽ നിർത്തിയതാണ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. സോ അടിപൊളി വ്യൂ ആണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പം ഞങ്ങളിപ്പോൾ നടന്നിട്ട് ഞങ്ങളെ ബസ് ചുരത്തിൻ്റെ അടുത്ത് നിർത്തി ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പം തിരിച്ച് ബസ്സിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. അപ്പം ഇവിടെ ഇന്ന് വലിയ മഴ കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്ലൈമറ്റ് തന്നെയാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറേ കുരങ്ങന്മാരൊക്കെ കാണുന്നുണ്ട്. എല്ലാവരും ബാക്കിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തേയിലത്തോട്ടം, അങ്ങനത്തെ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പിന്നെ ഇറങ്ങിയിട്ടോ. ഏകദേശം നല്ല ഒരു ഉച്ച സമയത്തൊക്കെ ഞങ്ങൾ ചുരത്തിൻ്റെ മുകളിലൊക്കെ തന്നെയായിരുന്നു. വലിയ വെയിൽ കാര്യങ്ങളൊന്നുമില്ല. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചുരത്തിൻ്റെ മുകളിൽ തന്നെയായിരുന്നു ഹോട്ടൽ. നൈസ് നല്ലൊരു മീൽസൊക്കെ കഴിച്ചു. ലാസ്റ്റ് ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടോ. പിന്നെ അങ്ങോട്ട് ബാഗൊക്കെ എടുക്കലായിരുന്നു. അങ്ങനെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. സോ ഇവിടെ ഇപ്പം നല്ലൊരു ഇളം വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. സോ ഉള്ളത്തെ വിശേഷങ്ങൾ ഞാൻ കോഫി വില്ലേജ് എന്നാണ് കേട്ടോ ഞങ്ങൾ നിന്ന റിസോർട്ടിൻ്റെ പേര്. ഇത് ഏകദേശം വരുന്നത് നമ്മുടെ കൽപ്പറ്റ ചുണ്ടയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. സത്യം പറഞ്ഞാൽ ഒരു തറവാട് വീട് മോഡിഫൈ ചെയ്ത് നല്ലൊരു ലുക്കാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു കേട്ടോ. ചുറ്റുപാടോട്ടും എല്ലാം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് കംഫർട്ട് ഫീൽ ചെയ്തു. ഏകദേശം ഒരു 5-6 റൂമോളം ഉണ്ടായിരുന്നു കേട്ടോ. എത്തിയപ്പോൾ തന്നെ എല്ലാവരും ഓരോരോ റൂം പിടിക്കുന്ന അടിപിടിയിലൊക്കെ ആയിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾക്ക് ഞങ്ങളുടെ റൂം കിട്ടി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. ഹായ് പറയ് മാളു. ഹായ് ഗയ്സ്. ഹായ് ഗയ്സ് പറയ്. അപ്പോൾ നമ്മൾ ഇന്നൊരു റിസോർട്ടിലാണ് വന്നത്. നമ്മൾ കുറേ എൻജോയ് ചെയ്യാല്ലേ. അപ്പം അതെല്ലാം എൻജോയ് ചെയ്യാം. പിന്നെ എവിടെയാ കളിക്കണ്ടേ? പൂളില്. സത്യം പറഞ്ഞാൽ എല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പണ്ടെങ്ങാണ്ടുമാണ് ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചൊരു ട്രിപ്പ് പോയത്. പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം കുറേ പ്ലാനിട്ട് എത്തിയതാണ് കേട്ടോ ഇവിടെ. ഇനി ഞാൻ പുറത്തത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ആദ്യം തന്നെ എൻ്റെ കണ്ണ് പോയത് പൂൾ ഏരിയയിലേക്കാണ് കേട്ടോ. പൂൾ ഏരിയയും പിന്നെ അതിൻ്റെ താഴെ തന്നെ പ്ലേ ഏരിയ വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും പൂളിൻ്റെ അവിടെയൊക്കെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടേനു. എത്തിയപ്പോൾ തന്നെ സീസോയിൽ കയറലായിരുന്നു കേട്ടോ എൻ്റെയും മാളുവിൻ്റെയും പരിപാടി. പിന്നെ ഊഞ്ഞാല, സ്ലൈഡ്, അങ്ങനെ കുറേ കളിക്കാനുള്ള വേറെ, പിന്നെ ക്യാരം ബോർഡൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കുഞ്ഞ് ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഒരാളിതാ ഉള്ളിൽ എവിടെ ഇരിക്കാൻ സ്ഥലമില്ലായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ക്യാരം ബോർഡ് കളിക്കുന്ന അവിടെയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള കളികൾ നടക്കുന്നുണ്ട്. ഇതാ വേറൊരാളെ കണ്ടില്ലേ, ഇവർക്ക് എവിടെയും ഇരിക്കാനും കിടക്കാനൊന്നും സ്ഥലമില്ല, ഒരു പണിയുമില്ല. പിന്നെ അതാ രണ്ടെണ്ണങ്ങൾ ഊഞ്ഞാലാടുന്നു. വീഡിയോ എടുക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ അതാ ഓടി വന്നിട്ട് രണ്ടാളും കൂടെ ടെൻറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. എൻ്റെ ആൻറ്റി ചേച്ചിയാണ് കേട്ടോ. ഭയങ്കര അഭിനയം. ഫുഡ് ഞങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെ നെയ്ച്ചോറ്, ചിക്കൻ കറി, ഗ്രിൽ ചിക്കൻ്റെ ഒക്കെ പരിപാടി കിച്ചണിൽ വേറെ വഴിക്ക് നടന്നു. പണിക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും മെല്ലെ കളിക്കളത്തിലേക്ക് ഇറങ്ങിട്ടോ. നാട്ടിൽ അത്രയും മഴയും വെള്ളമൊക്കെ ആയിട്ടും വെള്ളം കാണാത്ത കളിയാണ് ഇവിടെ കുറച്ച് ആൾക്കാർ പൂള് കണ്ടപ്പോൾ കളിക്കുന്നത്. പൂളിലുള്ള ബോളുകളിയും കുറേ നേരം വെള്ളത്തിൽ കളിക്കലും പിന്നെ കുറച്ച് റീൽസ് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് മെയിൻ. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് വന്നതെന്ന് തന്നെ പറയാം. എല്ലാവരും ഡാൻസും പാട്ടും കൂത്തിലേക്കൊക്കെ ഇറങ്ങിയിട്ടോ. അനു ഏത് പാട്ട് പാടുകയാണെങ്കിലും ഞങ്ങൾ സ്റ്റെപ്പ് ഇടുമെന്ന് പറഞ്ഞ അച്ഛനും വല്യച്ഛനും വേണ്ടിയിട്ട് ഞാനൊരു മെലഡി പാടി കൊടുത്തപ്പോൾ ഇവർക്കൊക്കെ ഏത് വഴിക്കാണ് സ്റ്റെപ്പ് വന്നതെന്ന് പോലും അറിയാൻ പറ്റിയില്ല. അത്രയും കിടുക്കാച്ചി കപ്പിൾ ഡാൻസ് ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റി ഗൈസ്. ഇവിടെ എത്തിയപ്പോഴേക്കും അച്ഛനും പാപ്പനും വല്യച്ഛനും ഒക്കെ കുറച്ചധികം റൊമാൻറ്റിക് ആയിട്ടോ. ഇവരാണെങ്കിൽ ഏത് പാട്ട് പാടിയാലും ഏത് പാട്ട് ഇട്ടാലും സ്വന്തം ഭാര്യമാരുടെ കൂടെ മാത്രമേ ഡാൻസ് കളിക്കൂ. പിന്നെ എല്ലാവരും മെല്ലെ ഒരു കുളിയൊക്കെ പാസ്സാക്കി രണ്ടാമത് ക്യാരംസ് കളിക്കുന്ന അങ്ങോട്ടേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഗ്രിൽ ചിക്കൻ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. മെല്ലെ വിശപ്പിൻ്റെ വിളി വന്നപ്പോഴേക്ക് എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. കിടക്കാനായപ്പോഴേക്ക് റീൽസ് എടുക്കലിനൊന്നും ഒരു കുറവില്ലായിരുന്നു കേട്ടോ. പാതിരിയായിട്ടും റീൽസ് എടുക്കലായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ സെക്കൻഡ് പാർട്ടിൽ പറയാം.